വി.എസ്. അച്യുതാനന്ദന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ട് ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്ര തുടരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 2:30ഓടെയാണ് ദർബാർ ഹാളിൽ നിന്ന് തലസ്ഥാനത്തിന്റെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങി വിലാപയാത്ര ആരംഭിച്ചത്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. റോഡിനിരുവശവും വൻ ജനക്കൂട്ടമാണ് പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ തടിച്ചുകൂടിയത്. തിരക്കു കാരണം നിശ്ചയിച്ചതിൽ നിന്നും വളരെ വൈകിയാണ് വിലാപയാത്ര ഇപ്പോൾ കടന്നുപോകുന്നത്. ഇപ്പോൾ കായംകുളത്തോട് അടുക്കുകയാണ് യാത്ര. ഇന്നലെ രാത്രി ആലപ്പുഴയിലെത്താൻ നിശ്ചയിച്ചിരുന്നുവെങ്കിലും 12 മണിക്കൂർ കൊണ്ട് 1/3 ദൂരം മാത്രമേ പിന്നിടാൻ കഴിഞ്ഞുള്ളൂ. ഇന്ന് പുന്നപ്രയിലെ വീട്ടിലെത്തിക്കുന്ന മൃതദേഹം CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും. അവിടെ പൊതുദർശനമുണ്ടാകും. തുടർന്ന് ആലപ്പുഴ ബീച്ചിലെ റിക്രിയേഷൻ ഗ്രൌണ്ടിൽ പൊതുദർശനം നടക്കും. വൈകിട്ട് വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം. വിലാപയാത്ര കടന്നുപോകുന്ന വീഥികളിൽ നിന്നും ബി ശ്രീകുമാർ ചേരുന്നു. ശ്രീകുമാർ, ഇന്നലെ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നും 2:30 യാത്ര ആരംഭിച്ചതാണ്. നിശ്ചയിച്ചതിലും ഏറെ വൈകിയിരിക്കുകയാണ്. എന്താണ് കാരണം? ഇപ്പോൾ പോയിന്റ് എവിടെയാണ്? ദീപ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഏതാണ്ട് 2:15 തന്നെയാണ് വിലാപയാത്ര ദർബാർ ഹാളിന് മുന്നിൽ നിന്നും പുറപ്പെട്ടത്. ഏതാണ്ട് ഇന്നലെ രാത്രി തന്നെ ഈ ആലപ്പുഴയ്ക്ക് എത്തണമെന്നുള്ള ഒരു ക്രമീകരണത്തോടെയായിരുന്നു വിലാപയാത്ര സജ്ജീകരിച്ചിരുന്നത്. പക്ഷേ ഓരോ പോയിന്റുകളും പിന്നിടാൻ മണിക്കൂറുകൾ വേണ്ടി വന്നു. തിരുവനന്തപുരം ജില്ലയിലെ പാളയം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള 27 പോയിന്റുകൾ പിന്നിടാൻ ഏതാണ്ട് മണിക്കൂറുകളാണ് എടുത്തത്. അതിനുശേഷം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെയാണ് ഈ കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചത്. അങ്ങനെ ഓരോ പോയിന്റുകളും കടക്കാൻ മണിക്കൂറുകൾ വേണ്ടി വന്നു. ഇന്ന് വെളുപ്പിനെ 5 മണിക്ക് ചവറയിലാണ് എത്തിച്ചേർന്നത്. ഇപ്പോൾ കായംകുളം കഴിഞ്ഞിരിക്കുകയാണ്. കായംകുളം കഴിഞ്ഞുള്ള ഇപ്പോൾ വൈകിയത് കൊണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളിൽ മാത്രമേ ഈ പൊതുദർശനത്തിനുള്ള വാഹനം നിർത്തുകയുള്ളൂ. ഈ പൊതുജനങ്ങൾക്ക് അന്തിമ ആചാരം അർപ്പിക്കാൻ അവസരമുള്ളൂ. അതുകൊണ്ട് പരമാവധി വേഗത്തിലാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഏതാണ്ട് 1-2 മണിക്കൂറിനകം ആലപ്പുഴയിൽ എത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഇനി ഹരിപ്പാട്, അതുപോലെ തന്നെ കാർത്തികപ്പള്ളി, അമ്പലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ ഈ പൊതുദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാകുകയുള്ളൂ. എന്തായാലും ഈ റോഡിന് ഇരുവശവും ആൾക്കാർ കാത്തു നിൽപ്പുണ്ട്. എന്തായാലും അന്തിമമായിട്ട്, അതായത് തങ്ങളുടെ നേതാവിനെ അവസാനമായിട്ടൊന്ന് കാണാനുള്ള വലിയൊരു പ്രയത്നത്തിലാണ് അവർ. ഇന്നലെ ഉച്ച മുതൽ കാത്തിരിക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കൈക്കുഞ്ഞുങ്ങളുമായി നിൽക്കുന്നവരുണ്ട്, അമ്മമാരുണ്ട്, പ്രായം ചെന്നവരുണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സ്നേഹവായ്പകൾ സ്വീകരിച്ചുകൊണ്ട് ഒരു നേതാവിന് കിട്ടുന്ന വലിയൊരു സ്വീകാര്യത, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് കിട്ടുന്ന വലിയ സ്വീകാര്യത, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച, മണ്ണിനെ സ്നേഹിച്ച, പ്രകൃതിയെ സ്നേഹിച്ച, ഈ ഭൂമാഫിയക്കെതിരെ പ്രവർത്തിച്ച, അങ്ങനെ എല്ലാ സാധാരണക്കാരായ ആൾക്കാർക്കും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ടും ഒരു വികസന നായകൻ എന്ന രീതിയിൽ പോലും ഈ VS നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾക്ക് സമ്മാനിച്ചത് മറക്കാൻ പറ്റാത്ത ഒട്ടേറെ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് VSന് കിട്ടുന്ന ഈ സ്വീകാര്യത. ആ ഒരു കമ്മ്യൂണിസ്റ്റ്, ഒരു ആചാര്യൻ എന്ന പോലെ ഈ നേരത്തെ പലരും പറഞ്ഞതുപോലെ തന്നെ, പുതിയ തലമുറ ആൾക്കാർ പറഞ്ഞതുപോലെ തന്നെ, ഞങ്ങളാരും AKGയെ കണ്ടിട്ടില്ല, ഞങ്ങളാരും EK നായനാരെ കണ്ടിട്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് VSനെ അറിയാം. ആ VSനെ കാണാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഒട്ടേറെ അനുഭവങ്ങളാണ് ഈ പാതയോരങ്ങളിൽ നമ്മളോട് പങ്കുവച്ചത്. ദീപ. ശ്രീകുമാർ, കാലാവസ്ഥ വളരെ മോശമാണ്. മഴ ശക്തമായി പെയ്യുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിലും ജനങ്ങൾ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി തടിച്ചുകൂടിയിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രതികരണം ചോദിച്ചറിഞ്ഞിരുന്നോ? അതെ, ഇന്നലെ രാത്രി ഏതാണ്ട് 9 മണിക്കുള്ളിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിലുള്ള എത്തിയപ്പോൾ തന്നെ മഴ പ്രശ്നമായി തുടങ്ങിയായിരുന്നു. പക്ഷേ ഈ കടുത്ത മഴയും അവഗണിച്ചും
ഞങ്ങൾക്ക് ഈ കാലാവസ്ഥയൊന്നും പ്രശ്നമല്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണണം, അതുകൊണ്ട് കാലാവസ്ഥ ഒരു തടസ്സമേ അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ആൾക്കാരുടെ പ്രതികരണം കിട്ടിയിരുന്നത്. അത് പ്രായം ചെന്നവർ, പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് ടി-വിയിൽ കണ്ടതിന് ശേഷം, അതായത് നേരത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും സജീവമല്ലാത്ത കാലത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയ സജീവമാണ്. അതുകൊണ്ട് ആ പാതയോര വിലാപയാത്ര എപ്പോൾ എത്തുന്നു എന്ന് അറിയുമ്പോൾ മാത്രം ഈ പാതയോരങ്ങളിലേക്ക് വരുന്ന ഒട്ടേറെ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ട് വലിയ തിരക്കില്ലാത്ത സമയങ്ങളായാലും പോലും ഈ വിലാപയാത്ര വരുന്ന സമയത്ത് വലിയ തിരക്കാണ്. ആ പ്രദേശം മുഴുവൻ ഒരു ജനസാഗരമായി നീളുകയാണ്. പ്രത്യേകിച്ചും ഈ അറബിക്കടലിന് സമാന്തരമായിട്ട് ഈ വിലാപയാത്ര നീങ്ങുമ്പോൾ ഒരു കണ്ണീർ കടൽ പോലെയാണ് നമുക്ക് തോന്നുക. അത്രയ്ക്ക് ജനഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങിയ ഒരു നേതാവാണ് VS. ആ VS-നോടുള്ള സ്നേഹം, പ്രത്യേകിച്ചും ഒരു 5-6 വർഷമായിട്ട് VS പൊതുവേദിയിൽ നിന്നും മാറി നിൽക്കുകയാണ്. എന്നിട്ട് പോലും VS-നോടുള്ള ആ സ്നേഹം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ചും ജന്മനാടായ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. ആലപ്പുഴ ജില്ല ഈ പ്രിയപ്പെട്ട നേതാവിന് നൽകുന്ന ആ വിടവാങ്ങൽ, അത് നമുക്ക് എങ്ങനെയാകും ആ ഒരു പ്രതികരണം എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എന്നാൽ പോലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്നും പൊതുദർശനത്തിനായിട്ട് എടുക്കുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ പോലും സ്വന്തം വീട്ടിൽ പോലും ഇടപെടുകയാണ് ശ്രീകുമാർ പറഞ്ഞതുപോലെ ജനങ്ങൾ അത്രയധികം വികാര ഭരിതരായി തന്നെയാണ് അദ്ദേഹത്തെ കാണുവാൻ ഓരോ ഇടങ്ങളിലും നിൽക്കുന്നത്. അത്രയും ജനകീയനായ നേതാവായിരുന്നു അദ്ദേഹം എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജനങ്ങളുടെ പ്രതികരണങ്ങൾ കാണാം. ഒരു സ്നേഹബന്ധം എങ്ങനെയാണ്? വളരെ എനിക്ക് അദ്ദേഹത്തോട് പ്രത്യേകിച്ച് ബഹുമാനമുള്ളത്, ഒരു ആരാധനാലയങ്ങളിലും അമ്പലങ്ങളിലും മതസ്ഥാപനങ്ങളിലും പോയി തല ഉനിക്കാത്ത ഒരു നേതാവായിരുന്നു അദ്ദേഹം. കേരളത്തില് ഈ ഐക്യ കേരളത്തിൽ അങ്ങനെ അരഡസൻ മുഖ്യമന്ത്രി തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ലാത്ത ഈ മുഖ്യമന്ത്രിമാരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന് സ്ത്രീകളോടുള്ള ഒരു പ്രത്യേക കരുതൽ. VS-മായിട്ടുള്ള ആദ്യത്തെ VS-ന്റെ പ്രസംഗം ഞാൻ കേൾക്കുന്നത് 1971 കർഷക തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോഴായിരുന്നു. അതിന്റെ ഒരു സംഘാടകനായി അതിന്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. പിന്നീട് VS-നെ ഞാൻ ഏറ്റവും ആവേശപൂർവ്വം ഓർക്കുന്നത് കശുവണ്ടി തൊഴിലാളികളുടെ സമരവുമായി ബന്ധപ്പെട്ട് കൃഷ്ണ ടാക്കീസിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസിദ്ധമായ പ്രസംഗമുണ്ട്. കശുവണ്ടി തൊഴിലാളി സമരം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ മാത്രം നടത്തേണ്ടതല്ല എന്നും അത് പാർട്ടി ഏറ്റെടുത്ത് നടത്തേണ്ടതാണ് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് കശുവണ്ടി തൊഴിലാളികളുടെ മിനിമം കൂലി ഉറപ്പാക്കുന്നതിന് വേണ്ടിയും ചൂഷണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സുദീർഘമായ ദിവസങ്ങൾ നീണ്ടുനിന്ന അണിമുടക്ക് സമരം കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികൾ നടത്തിയത്. അതിന് നേതൃത്വം കൊടുക്കാൻ VS ഉണ്ടായിരുന്നു. VS കൊല്ലത്ത് 40കൾ തൊട്ട് തന്നെ ഇടപെട്ടതായിട്ടാണ് MN-ന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നൊരു പുസ്തകമുണ്ട്. അതിനകത്ത് MN എഴുതിയിട്ടുണ്ട് 42-ൽ അന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടിക്കെതിരെ നടക്കുന്ന കടന്നാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൗ കൃഷ്ണപിള്ള VS-നെ കൊല്ലത്തേക്ക്, VS 2-3 പേരെയും കൂടെ കൊല്ലത്തേക്ക് വിടുന്നുണ്ട്. ഇവിടെ ഒരു കൃഷ്ണ ലോഡ്ജ് എന്ന് പറയാം, അവിടെ താമസിച്ചുകൊണ്ടാണ് പ്രവർത്തനം നടത്തിയതിനെ കുറിച്ച് MN-ന്റെ ഒരു അനുസ്മരണമുണ്ട്. അപ്പൊ ഞങ്ങൾക്കുള്ള അനുഭവം 40കൾ മുതൽ VS കൊല്ലത്ത് ഇടപെട്ടത്. ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് വലിയൊരു കശുവണ്ടി സമരം CITU നടത്തുന്നത്. ആ സമരത്തെ സംഘടിപ്പിക്കുന്നതിൽ, തൊഴിലാളികളുടെ DA നേടിയെടുക്കുന്നതിൽ നീണ്ട 4 മാസം നിന്ന സമരത്തിന് തുടക്കം കുറിച്ചത് VS വന്ന് ഇടപെട്ടിട്ടാണ്.